ഞങ്ങളുടെ ഒരു വിപുലമായ വാർത്താ സംഘം തന്നെ അവരെയും കൂടി പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് പരിചയപ്പെടുത്തുകയാണ്. മനുവുണ്ട്, കാവ്യയുണ്ട്, സ്വാതിയുണ്ട്, എല്ലാവരും ഞങ്ങളുടെ ഓൺലൈൻ ടീം ഇവിടെ വന്നിട്ടുണ്ട്. സുബിനുണ്ടോ ഇവിടെ? നിഖിൽ വിജിൻ വന്നിട്ടില്ല അല്ലേ? വിജിൻ എത്തിയോ? വരൂ സോന കം. സുബിനുണ്ടോ? വെങ്കി ഓരോരുത്തരെയും ഔപചാരികതയൊന്നുമില്ല, പ്രേക്ഷകർക്കൊക്കെ അറിയാവുന്ന ആളുകളാണ്, നമ്മുടെ സുഹൃത്തുക്കളാണ്, നമ്മുടെ സഹപ്രവർത്തകരാണ്, ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരാണ്. വെങ്കിക്ക് സ്ഥലമില്ല എന്നാണല്ലേ വെങ്കിയുടെ പേര്. ഇത്തിരി പൊക്കമുള്ള ആളാണ്, പുറകിൽ നിന്നാൽ മതി. സ്വാതിയെ മറക്കണ്ട, സ്വാതിയാണ് പറയുന്നത് കൊല്ലം സൂപ്പറാന്ന് അല്ലേ? ഹേ പ്രഭു, അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞൊരു 10-40 ദിവസമായി നവകേരള സദസ് മഞ്ചേശ്വരം മുതലുള്ള കൈരളി ന്യൂസിൻ്റെ ഒരു തത്സമയ കവറേജിൻ്റെ റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് തന്നെയായിരുന്നു ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നത്. അതിനിടയിൽ മലയാളികളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഓരോ ഇവൻറ്റിനെയും ഓരോ നിമിഷത്തെയും തത്സമയം പകർത്തി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന കൈരളിയുടെ ദൗത്യം ഇനി കൊല്ലത്താണ്. അപ്പോൾ കൊല്ലത്തെ കപ്പിത്താൻ ആരാണ്? രാജ്കുമാറാണ്. അപ്പോൾ അതാ മൈക്ക് ഔപചാരികമായി ഇവിടെ കൈമാറുകയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ അതായത് 140 മണ്ഡലങ്ങൾ നവകേരള സദസ്സിൻ്റെ ഭാഗമായി ഇവർ ഈ ഒപ്പം ഈ കാണുന്ന ഈ ടീമുകളെല്ലാം വിസിറ്റ് ചെയ്യും. ആ മേഖലയിൽ നിന്നുള്ള മനുഷ്യരുടെ മുഴുവനും ഊർജം ഏറ്റുവാങ്ങിക്കൊണ്ട് കൈരളിക്കും വലിയ സ്വീകരണമാണ് എല്ലാ മണ്ഡലങ്ങളിലും ലഭിച്ചത്. അപ്പോൾ നിങ്ങളും ആ ഒരു ഫുൾ പവറിലായിരിക്കും നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ പവറാണ് വീണ്ടും ഇപ്പോൾ ഈ അടുത്ത നമ്മുടെ കൈരളി ഏറ്റെടുത്തിരിക്കുന്ന വലിയൊരു ദൗത്യം, ഈ കൗമാര ഉത്സവം. അതിൽ ഏഷ്യയിലെ ഏറ്റവും വലിയൊരു ഉത്സവം നടക്കുമ്പോൾ സ്വാഭാവികമായും അവിടെ ജനങ്ങൾ, ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇതിൻ്റെ പ്രേക്ഷകരായി മാറും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ച് ജനകീയമായ ഒരു റിപ്പോർട്ടിംഗ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മനു, തീർച്ചയായിട്ടും കൊല്ലം കളറാക്കുമെന്നാണ് പറയുന്നത്. ഉറപ്പായി ഇതുവരെയുള്ള ഹേ പ്രഭു എന്ന് വിളിച്ചതുപോലൊന്നും അല്ല, കളറാവും. അപ്പം കൊല്ലത്ത് നിങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്ന അത്ഭുതങ്ങൾ എന്തൊക്കെയാണ്? അതായത് കാപ്പ് കുടിക്കാൻ പോലും നേരമില്ലാതെ കലോത്സവം റിപ്പോർട്ട് ചെയ്യുന്നതാണ് രാജ്കുമാർ പറഞ്ഞു വെച്ചിട്ടുള്ളത്. രാജ്കുമാർ അതിന് പറ്റുന്ന വിധത്തിലൊരു ടീമിനെയൊക്കെ ഇങ്ങനെ IPL ഒരു 2020 ടീമിനെയൊക്കെ സെലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാവ്യ, കലോത്സവം വന്നു കഴിഞ്ഞു, എത്തിക്കഴിഞ്ഞു. കലോത്സവം എത്തിക്കഴിഞ്ഞെന്നല്ല, ഞങ്ങളുടെ നാട്ടിൽ എത്തിക്കഴിഞ്ഞു, ഞങ്ങളുടെ കൊല്ലത്ത് എത്തിക്കഴിഞ്ഞു. കപ്പിത്തവണ വിട്ടുകൊടുക്കണോ വേണ്ടോ എന്നുള്ളത് ഞങ്ങളിപ്പോൾ ഇവിടെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ കൈരളിയുടെ ഈ പറഞ്ഞതുപോലെ ഒരു വലിയ വാർത്താ സംഘം മുഴുവൻ സമയ കവറേജുമായി ഞങ്ങളെല്ലാവരും രാജ്കുമാറിൻ്റെ നേതൃത്വത്തിൽ. അതെ വീണ്ടും കൊല്ലം. അതെ, പ്രൊമോയിൽ പറഞ്ഞ പോലെ മാത്രമല്ല, കൊല്ലം സൂപ്പർ തന്നെയാണ്. അത് കിടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടീം ഇവിടെ ഉള്ളത്. ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ കൈരളി ന്യൂസ് വളരെ സജീവമായിട്ട് 4 പേര്. അയ്യോ, കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, ആ കൊല്ലം കണ്ട് ഇല്ലം കണ്ട് ആലപ്പുഴയും കണ്ടേ, പിന്നെ അമ്പലപ്പുഴ വേലയും കണ്ടേ, കൊല്ലം കണ്ട് ഇല്ലം കണ്ട് ആലപ്പുഴയും കണ്ടേ, പിന്നെ അമ്പലപ്പുഴ വേലയും കണ്ടേ. അങ്ങനെ കൊല്ലം ഇത്തവണ തകർക്കാൻ വേണ്ടി തന്നെ ഞങ്ങളെല്ലാം തയ്യാറാണ്. ഇവിടെ തന്നെ ഒരു വലിയ വെല്ലുവിളി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഇടയ്ക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇടയ്ക്ക് മത്സരിക്കാനൊന്നും പോയി കളയരുത് കേട്ടോ, പാട്ടൊക്കെ പാടിയിട്ട്. അപ്പോൾ ആ രീതിയിൽ കലാകാരന്മാരുടെയും കലാകാരികളുടെയും ഒക്കെ ഒരു വലിയ സംഘമാണ് ഈ കലോത്സവം റിപ്പോർട്ട് ചെയ്യാനായി ഞങ്ങൾ അണിനിരത്തിയിരിക്കുന്നത്. അവിടെ വെങ്കിയുണ്ട്, നമ്മുടെ ഓൺലൈൻ ടീമിൻ്റെ പ്രധാനപ്പെട്ട മുഖമാണ് വെങ്കി. നിഖിൽ നമ്മളെല്ലാ ഒരുക്കങ്ങളും റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സ്വർണ്ണക്കപ്പിൻ്റെ കൂടെ സഞ്ചരിച്ച് ഇവിടെ എത്തിയതേ ഉള്ളൂ. വലിയൊരു ആവേശം ഈ കൊല്ലത്ത് കാണാനുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ കലോത്സവത്തിൻ്റെ തലേ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ആൾ കൂടുന്നത് നമ്മൾ എല്ലാ സ്ഥലത്തും കാണാത്തൊരു കാഴ്ചയാണ്. പക്ഷേ കൊല്ലം അങ്ങനെ ഒരു കാഴ്ച കൂടി കാണിച്ചു തന്നിട്ടുണ്ട്. അല്പസമയം മുൻപ് നമ്മൾ മന്ത്രി KN ബാലഗോപാലിനോട് സംസാരിക്കുമ്പോഴും അദ്ദേഹവും പറയുന്നത് ഈ ഒരു ആവേശം കണ്ടില്ലേ, നാളെ ഇതിൻ്റെയൊക്കെ 10 മടങ്ങ് ആവേശത്തിലേക്കാണ് കൊല്ലം പോകാൻ പോകുന്നത് എന്നാണ്. എന്തായാലും കൊല്ലം ഒരു ചരിത്രം കലോത്സവത്തിൽ എഴുതാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. ആ ആവേശത്തിലേക്ക് നമ്മളും ചേരുകയാണ്. തീർച്ചയായിട്ടും അമ്പരപ്പുണ്ട്. കാരണം എൻ്റെ ആദ്യത്തെ അനുഭവമാണ്, കൈരളിക്കൊപ്പം ചേർന്നിട്ടുള്ള ആദ്യത്തെ കലോത്സവമാണ്. അപ്പോൾ പൊളിച്ചടുക്കും. യെസ് തീർച്ചയായും നമ്മൾ കലോത്സവം മത്സരിക്കുന്നത് വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിലും ഇതിൽ ആത്യന്തികമായ റിസൾട്ട് എന്ന് പറയുന്ന കാഴ്ചക്കാരാണ്. അതുകൊണ്ട് തന്നെ കൈരളിക്കുള്ളൊരു സ്നേഹവും മൊത്തം കാഴ്ചക്കാരുള്ള സ്നേഹവും ഒക്കെ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ എന്ന പോലെ ഇപ്രാവശ്യം കൈരളി ഡബിളാണ്. ബ്യൂറോവും ഉണ്ട്, ഓൺലൈനും ഉണ്ട്. സജീവ കവറേജാണ്, സമഗ്രമായ കവറേജാണ്. അപ്പോൾ ഭയങ്കര പ്രതീക്ഷയാണ് ഈ കലോത്സവം
നമ്മളെല്ലാവരും കൂടി അടിച്ചു പൊളിക്കും എന്ന് തന്നെയാണ് എൻ്റെ. തീർച്ചയായും. അപ്പോൾ അടിച്ചു പൊളിക്കാനായിട്ട് കേൾക്കുന്നോ? അപ്പോൾ നമുക്ക് കൊല്ലവും കൈരളിയുടെ ശബ്ദം കേൾക്കുകയാണ്. അതെ. അങ്ങനെ കൈരളിയുടെ സ്റ്റുഡിയോ സജീവമാകലുകൾ കൈരളിയിലൂടെയും പ്രേക്ഷകരാകെയും മലയാളികൾ കാണാൻ പോകുന്ന ഒരു സവിശേഷമായ ദിവസങ്ങളിലേക്ക് പോവുകയാണ്. നമ്മുടെ ടീം വളരെ സജീവമായി ഇവിടെ ഉണ്ട്. അല്പം മുമ്പാണ് കേരളത്തിൻ്റെ ബഹുമാന്യനായ പൊതുവിദ്യാഭ്യാസ മന്ത്രി ഈ സ്റ്റുഡിയോ ഉദ്ഘാടനം ചെയ്തത്. അതുപോലെ തന്നെ ഇരവിപുരത്തിൻ്റെ MLAയും ആ വേദിയിൽ സന്നിഹിതനായിട്ടുണ്ടായിരുന്നു. നാളെ മുതൽ ആരംഭിക്കുന്ന കലോത്സവത്തെ ലോകമെമ്പാടുമുള്ള മലയാളിക്ക് മുമ്പിൽ എത്തിക്കാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ ഒരു ടീമിനെയാണ് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് പരിചയപ്പെടുത്തിയത്. രാജ്കുമാറിൻ്റെ നേതൃത്വത്തിൽ ഓൺലൈൻ ടീമിൻ്റെ പ്രധാനിയായിട്ടുള്ള സുബിൻ നമ്മൾക്കൊപ്പമുണ്ട്. വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. നാളെ ഈ ഉദ്ഘാടന ചടങ്ങിൽ അല്ലെങ്കിൽ ആദ്യ ദിവസം കഴിഞ്ഞ വർഷത്തെ സമഗ്രമായ റിപ്പോർട്ടിങ്ങിനുള്ള അംഗീകാരം, നേട്ടം, അവാർഡ്, പുരസ്കാരം അല്ലേ വെങ്കി? അപ്പോൾ കൈരളി ഓൺലൈൻ വാങ്ങിച്ചെടുക്കും. ആ ഗപ്പ് വാങ്ങിക്കാനാണ് സുബിനും അതുപോലെ വെങ്കടേഷും എല്ലാവരും എത്തിയിട്ടുള്ളത്. വെങ്കടേഷിനെ നമ്മൾ സൗകര്യാർത്ഥം എപ്പോഴും വെങ്കി എന്നാണ് വിളിക്കുക, അങ്ങനെ വിളിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ വെങ്കി ആകെ ഞാൻ വെങ്കിയാണോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. വെങ്കി തന്നെ. അപ്പോൾ സുബിൻ, 2 വാക്ക്. നമ്മുടെ കൂടെയുള്ള കൊല്ലംകാർക്ക് തന്നെ വലിയ ആവേശമാണ്, പുറമെ ഈ നാട്ടുകാർക്കൊക്കെ തന്നെ വലിയ ആവേശമുണ്ട്. അപ്പം കൊല്ലം കലോത്സവം വളരെയധികം കളറാവും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അക്കൂട്ടത്തിൽ നമ്മൾ കൈരളി ന്യൂസ് ഓൺലൈനും അതുപോലെ തന്നെ ന്യൂസ് ചാനലും തന്നെ ഗംഭീരമായിട്ട് ഈ കലോത്സവം മാറ്റും. അത് നമ്മുടെ ഉറപ്പാണ്. അപ്പോൾ ഏതായാലും ഏറ്റവും ആവേശകരമായൊരു ദിവസങ്ങളിലേക്കാണ് കൊല്ലം പോകുന്നത്. അത് കൊല്ലത്ത് മാത്രം ഒതുങ്ങുന്നതല്ല, ലോകമെമ്പാടും മലയാളികൾ കാത്തു നിൽക്കുന്നത് തന്നെയാണ്. കഴിഞ്ഞ കോഴിക്കോട്ടെ കലോത്സവത്തിൻ്റെ ആവേശകരമായ അനുഭവങ്ങളിൽ നിന്നുമാണ് കൊല്ലത്തേക്ക് എത്തുന്നത്. നിസ്സംശയം വലിയൊരു ജനപങ്കാളിത്തം കൊല്ലത്തെ പൂരം പറഞ്ഞറിയിക്കേണ്ടതില്ല എന്നുള്ളതാണ്. പൂരം എന്നത് തൃശ്ശൂരിൻ്റെ മാത്രമല്ല നമ്മുടെ എല്ലാവരുടെയും കൂടിയാണ്. അപ്പോൾ ആ നിലയിലുള്ള ആവേശകരമായ ദിവസങ്ങളിലേക്ക്, രാപകലുകളിലേക്ക് പോവുകയാണ്. ഇവിടെ ഒരുപാട് കലാപ്രകടനങ്ങളാണ് ഇനി ഈ മിടുക്കരായ കുട്ടികൾ ഇവിടെ കാഴ്ചവെക്കാൻ പോകുന്നത്. അതിനുള്ള വേദിയും കൈരളി ഒരുക്കും അല്ലേ രാജ്കുമാർ? തീർച്ചയായും. 62ാമത്തെ ഈ കലോത്സവം കൊല്ലത്ത് നടക്കുന്നത് 15 കൊല്ലത്തിന് ശേഷം, അതായത് 4 തവണ കൊല്ലം ഇതിന് വേദിയായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പല ചരിത്രങ്ങളും, പ്രത്യേകിച്ച് നമ്മൾ നവകേരള സദസ് GMKയിൽ പറയുന്നുണ്ടായിരുന്നു 15 വർഷങ്ങൾക്ക് ശേഷമാണ് കൊല്ലത്തേക്ക് എത്തുന്നത് വേദി. അല്ലേ? അതെ അതെ. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇക്കുറി ഗവൺമെന്റ് ആ കലയെ ജനകീയമാക്കുന്നതിന് വലിയൊരു സപ്പോർട്ടാണ് നൽകുന്നത്. കലോത്സവം കൊല്ലത്ത് കണ്ട ഓർമ്മ വല്ലതും ഉണ്ടോ? അത്ര 2008 ഇതിനു മുൻപല്ലേ? ഇപ്പോൾ 15 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. 2024 ഒരു കലോത്സവം കൂടി വരുന്നു. കലോത്സവം കാണാം, കലാപ്രകടനങ്ങൾ ഇതുപോലെ നല്ല കലാപ്രകടനങ്ങൾ കാഴ്ചവെക്കാം, കലാകാരികൾക്കൊപ്പം മത്സരിച്ച് നമുക്ക് ഇവിടെ അവതരിപ്പിക്കാം. അതെ. അപ്പോൾ അവസാനം പ്രേക്ഷകർ തീരുമാനിക്കട്ടെ, സ്വാതിയുടെ പാട്ടാണോ അതോ കലോത്സവത്തിൽ വന്നവരുടെ പാട്ടാണോ ബെസ്റ്റ് എന്നവർ തീരുമാനിക്കട്ടെ എന്നതുകൂടിയുണ്ട്. കാവ്യ കൊല്ലത്തുകാരി അല്ലേ? പിന്നെ തീർച്ചയായിട്ടും ഞങ്ങൾ പത്തനാപുരത്തുകാരാണ്, പട്ടാഴിക്കാരാണ്. ഞങ്ങളുടെ കൊല്ലം ജില്ലയാണ്. ഞങ്ങളിവിടെ കൊല്ലത്തുകാരുടെ ഈ ടീമിൽ പ്രാതിനിധ്യം വളരെ കൂടുതലാണ്. അതിൻ്റെ ഒരു വലിയ സന്തോഷമുണ്ട്. ശരി, ഏതായാലും കൊല്ലംകാരും കൊല്ലത്തിന് പുറത്തുള്ളവരൊക്കെ ആഘോഷത്തോടെ വരട്ടെ. ഇനിയുള്ള പകലിരവുകൾ ഓരോ മിനിറ്റിനും ഏറ്റവും സജീവമായി പ്രേക്ഷകരുടെ മുൻപിലേക്ക് കൈരളി ന്യൂസ് തത്സമയം ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി കലയുടെ ആഘോഷവുമായി ഉണ്ടാകും. ഇത് ഞങ്ങളുടെ ഉറപ്പാണ്.